പടവലത്തെ അപ്പാതാനെ കൂപ്പിട്ടാങ്ക അതൊക്കെ ഇവളോ സിരിപ്പാ അതല്ലേ രസം. സാധാരണ ഇങ്ങോട്ട് വിളിക്കാത്തതാ. വിളിച്ചാ തന്നെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടങ്ങ് വെക്കും. ഇപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ട് കടുപ്പിച്ചൊരു ചോദ്യം. നീ എന്താ ഇപ്പൊ എന്നെ വിളിക്കാത്തത്? നീ വിളിക്കുമെന്നും പറഞ്ഞോണ്ട് ഞാൻ നോക്കി ഇരുന്നല്ലോ എന്ന്. ஐயடா அது என்ன தெரியுமா அவருக்கு ரொம்ப உங்களை மிஸ் பண்ண ஆரம்பிச்சிருக்குன்னு அர்த்தம். ഒന്ന് പോടി അവിടുന്ന്. அச்சடா வெக்கத்தை பாரு அழகா இருக்கு. ஆண்டி ஜோலி எல்லாம் കഴിഞ്ഞോ? கொஞ்சம் நேரம் வேணும். ஒரு கறி கூட வைக்கணும், அவ்வளவுதான். കറിയും കൂടെ വെക്കണം. നീ കറി വെക്കണം, പിന്നെ പാത്രം കഴുകണം, പിന്നെ അടുക്കള വൃത്തിയാക്കണം, പിന്നെ തുണി അലക്കണം. ഇതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് പാതിരാത്രിയാവും. ഇവിടുത്തെ പെണ്ണുങ്ങളുടെ അവസ്ഥ ഇത് തന്നെ. എന്തു പറ്റി? ഇവിടുത്തെ ഈ പെണ്ണിന് എന്തു പറ്റി? എന്റെ കൂടെ കളിക്കാൻ ആരെങ്കിലും വേണം. കുഞ്ഞിന്റെ കൂടെ അമ്മൂമ്മ വരാല്ലോ കളിക്കാൻ. അമ്മൂമ്മ വരുവാണെങ്കിൽ തൈലവും കൂടെ എടുത്തോ. എന്തിനാ? അമ്മൂമ്മയുടെ മുട്ടാലയില് തൈലം പരത്തി കളിക്കാൻ. അയ്യടി, അമ്മൂമ്മയ്ക്ക് ധൈര്യമൊന്നും വേണ്ട. നമ്മൾ രണ്ടുപേരോട് ഓടാൻ പോയാലേ ഞാനേ ജയിക്കത്തുള്ളൂ. അത് ശരിയായിരിക്കും. അമ്മേനെയും കൂടെ ഓടാൻ പോയാലേ അമ്മയെ ജയിക്കുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? അമ്മയുടെ മുട്ടുവേദന അമ്മ വിചാരിക്കുമ്പോഴേ വരുള്ളൂ. അതെന്നെ, ആവശ്യത്തിന് മാത്രം പുറത്തെടുക്കുന്ന ഒരു സാധനമാണ് അമ്മൂമ്മയുടെ മുട്ടുവേദന. നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട. എന്റെ മുട്ടിന്റെ വേദനയെ എനിക്കല്ലേ അറിയത്തുള്ളൂ. லெச்சு கௌரி, நீங்க போய் அவ கூட விளையாடுங்க. நான் கிச்சன்ல வேலையெல்லாம் பாத்துக்கிறேன். അതെന്താ അങ്ങനെ? നീ അവരോട് മാത്രം പോയി കളിച്ചോളാൻ പറഞ്ഞത്? നമ്മൾ കളിക്കാൻ പോയാലൊക്കത്തില്ലയോ? നമ്മളെന്തോ 24 മണിക്കൂറും അടുക്കള കിടന്നു ജോലി എടുത്തോണോ? അങ്ങനെയാണെങ്കിൽ പണിയൊക്കെ ഇവിടെ കിടക്കട്ടെ, നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കളിക്കാം. ഞാൻ റെഡി. நானும் ரெடி. അങ്ങനെയാണെങ്കിൽ ഞാനും ready. അല്ല, അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന്? അത് തന്നെ, രാവിലെ വല്ല ബാറ്ററി പിടിക്കുക, ഭയങ്കര ചാർജ്. அம்மா வந்து இன்னைக்கு ரொம்ப நல்ல மூட்ல இருக்காங்க. அப்பூப்பம் கொடுத்த சார்ஜ். ഓ, റൊമാൻറ്റിക് ഭവാനി. വെക്കത്തെ പാரு. കളിക്കാം. കളിക്കാം, പക്ഷെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന വല്ല കളിയും വേണം. அப்படின்னா எனக்கு ஒரு சஜஷன் இருக்கு. கிச்சன் வேலைகள் கூட பண்ற மாதிரி ஒரு കളി കളിക്കണം. അതിന്റെ ഒരു കാര്യം ചെയ്യും, ആ അടുക്കള എടുത്ത് തോളത്ത് പോയി, അതാകുമ്പോഴേക്കും എല്ലാത്തിനും സൗകര്യമാവും. ഈ ആന്റി ഒന്നിനും വരൂല. അങ്ങനെയാണെങ്കിൽ ഞാൻ കളി പറയട്ടാ, എല്ലാവരും കൂടെ കളിക്കാൻ പറ്റും. എന്തോ പറ. സ്റ്റാച്ചു. സ്റ്റാച്ചുവാ? അതെന്തുവാ? എന്റെ പാറു, നിന്നെ നോക്കി ഞാൻ സ്റ്റാച്ചു എന്ന് പറഞ്ഞ 5 മിനിറ്റ് നീ അനങ്ങാതെ നിൽക്കണം. അത് കൊള്ളാല. ഒന്നും കൊള്ളൂല. ഇതൊക്കെ ജാമ്പവാന്റെ അപ്പൂപ്പന്റെ കാലത്തുള്ള ഗെയിംസ്. എനിത്തിങ് എൽസ്, ന്യൂ ഗെയിംസ്. ലച്ചു, എനിക്കത് അങ്ങോട്ട് കിട്ടിയില്ല. എന്തോ അത് കിട്ടിയില്ലേ? കാണിച്ചുതരാം. ഫോർ എക്സാമ്പിൾ, അമ്മ എന്നാ എനിക്കേ സ്റ്റാച്ചു. കണ്ട, ഇപ്പൊ അമ്മായി നിൽക്കുന്ന കണ്ട. ഇനി ഇതേപോലെ മിണ്ടാതെ അനങ്ങാതെ 5 മിനിറ്റ് പ്രതിമേനെ പോലെ നിൽക്കണം. അതാണ് കളി. അനീ കഴിഞ്ഞ കളി നോക്കും. അപ്പൊ പണിഷ്മെന്റ് എന്തുവാ? പണിഷ്മെന്റ് അതൊക്കെ നമുക്ക് അപ്പൊ തീരുമാനിക്കാം. ഗോ റിലീസ്. അപ്പൊ ഈ കളി തന്നെ മതി. ഈ കളി നമ്മൾ പൊളിക്കും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.